നിങ്ങൾ ഈ പറഞ്ഞ പോലെ സാധാ ഫില്ലറെല്ലാം ഉണ്ടാവുക. ഫില്ലറിന്റെ ഉള്ളിൽ ഈ 4 കമ്പിയാണ്. പിന്നെ ഉള്ളത് കോൺക്രീറ്റാ. ഇവിടെ ഏതായാലും വെറും കോൺക്രീറ്റ് ഉള്ള ചുമര്. കോൺക്രീറ്റ് ഉള്ള ചുമര് ബാത്റൂമിന്റെ നമ്മളെ ഇതില്ലാത്തല്ലേ കോർണറിലെ കോർണറുള്ളത് ഫില്ലറല്ലേ? അതായത് ഫില്ലറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വരിക. ഫില്ലറിന്റെ ഒരു സ്ട്രെങ്ത്താണ് ഞാൻ കാണിച്ചു തരുന്നത്. വീഡിയോ എടുത്തേ. ഇതിപ്പോ ഫില്ലർ ആണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കമ്പി ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് 8 ഇഞ്ച് വണ്ണൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു രീതിയിലായിരിക്കും ഫില്ലർ ഉണ്ടായിരിക്കുക. നമ്മളിപ്പോ ഈ സാധനം അടിച്ചിട്ടല്ലോ, 4 അടി ഞാൻ അടിച്ചിട്ടുള്ളൂ. ആ 4 അടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇതിനുള്ളിൽ നിങ്ങൾ ആ 4 കമ്പി ഉണ്ടാവുക. ഈ കോൺക്രീറ്റ് പൊട്ടിപ്പോവും. ഇങ്ങോട്ട് വരും. ഇതിപ്പോ ശരിക്കും നമ്മള് ഈ മൂലക്കിലൊക്കെ നമ്മളെ ഫില്ലറാണ് നമ്മളെ പ്ലാനിൽ വരുന്നത് അല്ലേ? ഈ പൈപ്പ് വൈകുന്നേരം വരെ ചതയും പൊട്ടിക്കാൻ സാധിക്കില്ല. അതാണ് പൈപ്പിന്റെ ഒരു ഗുണം. ഒന്ന് അടിച്ചിട്ട് ഇതൊന്നൊരു തുള്ളി കോൺക്രീറ്റോ അല്ലെങ്കിൽ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലല്ല, നമ്മൾ വെക്കണതിന്റെ ഉദ്ദേശമാണ് പറയണത്. അതായത് ഈ നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് GI പൈപ്പ് ഒഴിവാക്കിയിട്ട് കോൺക്രീറ്റ് ഫില്ലർ ആക്കാം. ഇന്നൊരു ചുമര് വെക്കാന്നല്ലേ പറഞ്ഞത്. അതാക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇത് ആരും ചുറ്റുകൊണ്ട് അടിക്കുന്നല്ല ഞാൻ പറയണത്. ഈ സാധനത്തിന്മേ എങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചതയാന്നല്ലാണ്ട് ഇത് പൊട്ടില്ല.